വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ കുത്തഴിഞ്ഞ ഭരണത്തിൽ പ്രതിഷേധിച്ച് LDF മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. വികസന കാര്യങ്ങളിൽ അലംഭാവം തുടർന്നാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് LDF പ്രതിനിധികൾ പറഞ്ഞു. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി കുത്തിപ്പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാവാതിരുന്നിട്ടും ഭരണസമിതി നിസ്സംഗത പാലിക്കുന്നതിലും പഞ്ചായത്ത് സേവാകേന്ദ്രത്തിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിലും ജലജന്യ രോഗങ്ങൾ പടർന്നിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താത്തതിലും പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് MCF ഇല്ലാത്തതും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രസിഡന്റിന്റെ ഏകാധിപത്യ പ്രവണതകൾ മൂലം ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ വട്ടം ചുറ്റുകയാണെന്നും മെമ്പർമാർ ആരോപിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന് ഹുസൈൻ പാടത്തകായിൽ, സെയ്ദ് പുഴക്കര, മുസ്തഫ മുക്രിയകത്ത് എന്നിവർ നേതൃത്വം നൽകി. പശ്ചാത്തല മേഖലയിൽ കൃത്യമായി പ്രവൃത്തി നടക്കാത്തതുകൊണ്ട് 2.5 കോടി രൂപയോളം സ്പിൽ ഓവറായി കിടക്കുകയാണ്. എന്താണ് അതിന് കാരണം? ആ കാരണം ജലജീവൻ പദ്ധതിയുമായി പഞ്ചായത്ത് കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ശുദ്ധമായ വെള്ളം കൊടുക്കുവാനും വേണ്ടിയുള്ളൊരു പദ്ധതിയാണത്. ഈ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ വാർഡിനകത്ത് എല്ലാ റോഡുകളും പൊളിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറോട് കൂടി ഈ പദ്ധതി അവസാനിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഈ പദ്ധതി അവസാനിപ്പിക്കാത്തത്? അത് ആരുടെ കുറവാണ്? ഇവിടുത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്ത് ബോർഡിനകത്തും പുറത്തും ഔദ്യോഗിക മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്, ഈ പദ്ധതി അടിയന്തരമായി പഞ്ചായത്ത് കരാർ പ്രകാരമുള്ള കാലാവധിക്ക് ഉള്ളിലായി ഈ പണികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടുത്തെ റോഡുകൾ ജലജീവൻ പദ്ധതിക്കാർ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രവർത്തന ഫണ്ടിൽ നിന്നും വെച്ചിട്ടുള്ള റോഡ് പണികൾ അതിന്റെ മുകളിൽ പണി തുടങ്ങണമെങ്കിൽ ഈ പണികളൊക്കെ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. പക്ഷേ ജലജീവനുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെയോ ഇരുത്തി വെറുതെ ആളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംസാരം മാത്രമായിട്ട് കാണുന്നത്. ആ പണി പൂർത്തീകരിച്ചാലാണ് പഞ്ചായത്തിലെ പശ്ചാത്തല മേഖലയിലെ ഈ പണി എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിക്കാൻ കഴിയുള്ളൂ. ഇതിന്റെ ഭാഗമായിട്ടാണ് 2.5 കോടിയോളം രൂപ സ്പിൽ ഓവറായി കിടക്കുന്നത്. NCV ന്യൂസ് മാർജരി.